ഏറ്റുമാനൂർക്കാരിയായ ഷൈനി എന്ന് പറയുന്ന യുവതി അതിൻ്റെ 2 പെൺമക്കളോടൊപ്പം ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഗതികേട് വന്നു. അവരൊക്കെ ഇപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ഈ സമൂഹം എങ്ങനെ പോകുന്നു, സ്വന്തം വീട്ടുകാരും ഭർത്താവും ഒക്കെ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഒരു ഭർത്തൃമതിയായ യുവതിയുടെ ജീവിതം എന്നുള്ളത് നമുക്ക് വെളിവാക്കി തരുന്ന ഒരു സംഭവമാണ്. കഴിഞ്ഞ ആഴ്ച ഈ യുവതി അതിൻ്റെ 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട് റെയിൽവേ പാളത്തിൽ വന്ന് കെട്ടിപ്പിടിച്ചിരുന്നു. ട്രെയിൻ അവരുടെ മുകളിലൂടെ പാഞ്ഞുപോയി. ഛിന്ന ഭിന്നമായ ശവശരീരങ്ങൾ അവസാനം വന്ന് പറക്കിക്കൂട്ടി ഓരോ കെട്ടുകളാക്കിയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇതിനെ ഈ ഷൈനിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഷൈനി BSc നഴ്സിംഗ് പാസ്സായ ഒരു യുവതിയാണ്. അത് കുറെ കാലം ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞ ഒരു 12 വർഷമായിട്ട് അതിന് ജോലി ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം അതിൻ്റെ ഭർത്താവ് നോബി എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്. അവനിതിന് ജോലിക്ക് വിടത്തില്ല, സമ്മതിക്കില്ല. അവൻ വലിയ ആളാണ്, ശരിയായിരിക്കും. കാര്യം അവനെ റിഗിലാണ് അവന് ജോലി. റിഗില് ജോലി എന്ന് പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. റിഗിലെ ഒരു 28 ഡേയ്സ് ഈ റിഗിലെന്ന് പറഞ്ഞാൽ ഈ ഉൾക്കടലിന്റെ അവളാണ് റിഗ്. അവിടെ അത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ 28 ദിവസം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കമ്പൽസറി ആയിട്ട് അവരെ ആ ജോലി ചെയ്യുന്ന ആളിനെ നാട്ടിലേക്ക് അയക്കും. അതായത് കരയിലേക്ക് അയക്കും. ഷോറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ കരയിൽ 28 ദിവസം അവര് താമസിക്കണം. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ടൈമിലേക്ക് അവരെ ജോലിക്ക് അങ്ങോട്ട് തിരിച്ചു കയറ്റുള്ളൂ. അങ്ങനെ ഇവനെ ഇതുപോലെ ഈ ഷൈനിയെ കല്യാണം കഴിക്കുന്നു. ആ വീട്ടുകാരൊക്കെ എന്ന് പറഞ്ഞ ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു വീട്ടുകാരുമാണ്. നാട്ടുകാരുമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല. പിന്നെ അവരുടെ പെരുമാറ്റമൊക്കെ ആ രീതിയിലാണ്. ഇവൻ വളരെ വലിയ മദ്യപാനിയാണ്. ഇവനെ 28 ദിവസം ഇവനെ ഈ ഷൈനിയെ വിവാഹം കഴിക്കുന്നു. തൊടുപുഴയിലേക്ക് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഭയങ്കര ഹരാസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ദിവസം തോറും മദ്യപിച്ച് വന്ന് എടുത്തിട്ടടിക്കും. അങ്ങനെ ഈ യുവതിയുടെ കരച്ചിൽ വെളിയിൽ ആരും കേൾക്കാറില്ല. പക്ഷേ ഈ പെൺകുഞ്ഞുങ്ങൾ ഉറച്ചു കിടന്ന് കരയുന്നത്, കൂട്ടക്കരച്ചിൽ നടത്തുന്നത് നാട്ടുകാർക്കൊക്കെ അറിയാം. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കും. അത്ര ഹരാസ്മെന്റാണ്, ദുരിതമയമായ ജീവിതം. ഇവൻ ചെലവിനൊന്നും കൊടുക്കത്തില്ല. ഈ പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേ, മാർഗമൊന്നുമില്ല. അവസാനം ഈ ഷൈനി ആ വീട്ടുപുരയിടത്തില് കൃഷിയൊക്കെ ചെയ്ത് ആ കാർഷിക വിളകളൊക്കെ കൊണ്ട് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടൊക്കെ കഷ്ടിച്ച് തട്ടിയും കൂട്ടിയും അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും ജീവിതം അങ്ങ് അതികഠിനമായി. കാരണം ഇത് നിവൃത്തിയില്ല. ഈ വീട്ടുകാർ തന്നെ ഈ ഷൈനിയെ കൊണ്ട് കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുപ്പിച്ചു. ഏതാണ്ട് ഒരു 3 ലക്ഷം രൂപയോളം ലോൺ എടുത്തു. അത് തിരിച്ചടയ്ക്കാൻ അവരാരും തയ്യാറല്ല. അവസാനം ഈ യുവതി തന്നെ ഇത് അടയ്ക്കണം. അങ്ങനെ ഒരു മാർഗമില്ലാതെ വന്നു. ഇവന്റെ മർദ്ദനം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അവസാനം ഈ ഷൈനി ഈ 2 പെൺമക്കളെയും കൊണ്ട് അതിൻ്റെ വീട്ടിലേക്ക്, ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് തിരികെ വരേണ്ടതായിട്ട് വന്നു. ഏതാണ്ട് ഒരു 9 മാസം മുമ്പ് തിരികെ വന്നതാണ്. അതിനുശേഷം ഇവന്റെ ഹരാസ്മെന്റ് തുടർന്നുകൊണ്ടിരുന്നു. ഇവനെ എഴുത്തിലൂടെയും അതുപോലെ തന്നെ അവനെ ടെലിഫോണിലൂടെ സ്ഥിരമായിട്ട് ഇതിനെ തെറിവിളിക്കുക, ആക്ഷേപിക്കുക, ആ രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ വീട്ടിൽ വന്ന ഉടനെ പിന്നെ അത് പോയി. അതിനു മുമ്പേ അവിടെ പോലീസിൽ പരാതിയും കൊടുത്തിട്ടാണ് വന്നത്. അവിടുത്തെ സ്റ്റേഷനിൽ ഇവനെ ഈ നോബിക്കും അവന്റെ മാതാവിനും എതിരെ ഹരാസ്മെന്റ്. ആ സ്ത്രീയും ഇതിനെ ഒരുപാട് ശല്യം ചെയ്യുമായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ രീതിയിൽ ഉള്ള ഹരാസ്മെന്റ്, ഡൊമസ്റ്റിക് വയലൻസിന്റെ ഒക്കെ കാണിച്ച് പരാതിയും കൊടുത്തിട്ടാണ് ഇത് വന്നത്. പോലീസ് ഒന്നും ചെയ്തില്ല, ഇതിനകത്ത് ഒന്നും ചെയ്തില്ല. ഇപ്പൊ പിന്നെ പോലീസ് കേസ് എടുക്കും. അതിന്റെ സംഭവം ഞാൻ പറയാം. അങ്ങനെ ഈ വീട്ടിൽ വന്നു. ഇതിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കൊണ്ടുപോയി ഫാമിലി കോടതിയിൽ ഇതിന് ചെലവിന് കിട്ടാനും ഡൊമസ്റ്റിക് വയലൻസിന്റെ ഇതൊക്കെ കാണിക്കൊണ്ടും ചെലവിന് കിട്ടാനും ഒക്കെ ആയിട്ട് കേസ് കൊടുത്തപ്പോൾ എന്താ അറിയുമോ? ആദ്യം പോലീസ് അവന്റെ പേരിൽ 498 കേസ് എടുത്തപ്പോൾ, IPC അനുസരിച്ച് കേസ് എടുത്തപ്പോൾ ഇവനെ നേരെ ഹൈക്കോടതി പോയി മുൻകൂർ ജാമ്യം എടുത്തു. മുൻകൂർ ജാമ്യം വാങ്ങിക്കൊണ്ട് ഒരൊറ്റ മുങ്ങല്. പിന്നെ അവനെ കിട്ടത്തില്ല. അവനെ
ഇതിന്റെ സമൻസ് കൈപ്പറ്റത്തില്ല, നോട്ടീസ് കൈപ്പറ്റത്തില്ല, ആ രീതിയിലൊക്കെ ആയി. ഫാമിലി കോടതിയാണ് ഈ കേസ് ഇത്രത്തോളം ഗുരുതരമായ ഒരു കേസ് ആ കോടതി കൈകാര്യം ചെയ്തത് നമുക്ക് നോക്കണം. അവിടെ ഇട്ടിരുന്നത് കാരണം ഇതുപോലുള്ള ഒരുപാട് സ്ത്രീകളുടെ മാറ്റർ ഡീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ കളഞ്ഞിരുന്നത് അത് ഓരോ മാറ്റി വെക്കും, 7-8 തവണയൊക്കെ മാറ്റി ഇതിങ്ങനെ എഴുതി നീക്കിക്കൊണ്ടിരുന്നു. ഇത് പട്ടിണിയും വലിയ ബന്ധപ്പാടും, മക്കളെ പഠിപ്പിക്കാൻ ഒരു മാർഗമില്ല. അങ്ങനെ ഇനി ഈ യുവതിയുടെ വീട്ടുകാരെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ആ വീട്ടില് 2 സഹോദരന്മാരാണ് ഇതിന് ഉണ്ട്. ഈ 2 സഹോദരന്മാരും വെൽ പ്ലേസ്ഡാണ്. ഒരുത്തൻ അയർലൻഡില്, എന്തിനവിടെ കിടക്കുന്നത് നമുക്കറിയത്തില്ല. ഒരുത്തൻ USA അവൻ പോയേക്കാം അവിടെ. അവരാരും ഇതിനെ ഒന്നും ശ്രദ്ധിക്കത്തില്ല, സഹായിക്കത്തില്ല. അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഗതികേട് ഇതിന് വരികയല്ല. ഒരു നിവൃത്തിയില്ല. അവസാനം അവിടെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ വളരെ ബന്ധപ്പെട്ട് അവിടെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഇതിനൊരു ജോലി കിട്ടി കേട്ടോ. ആ ഓൾഡ് ഏജ് ഹോമിൽ ജോലി കിട്ടി. അവിടെ അതങ്ങനെ 1-2 മാസത്തോളം അവിടെ ജോലി ചെയ്തു. അവിടെ അതിന് ചെറിയ ശമ്പളമുണ്ട്, എന്നാലും ഉള്ളതാകട്ടെ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകാമല്ലോ എന്ന് വിചാരിച്ച് അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ പിതാവ്, അയാൾ എന്ത് വൃത്തികെട്ടാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. മോള് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അവിടുന്ന് ഉള്ള അഴുക്കുവെള്ളം എങ്ങാണ്ട് ഒഴുകി ആ പുരയിടത്തിന്റെ അവിടെ കണ്ടു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കുറെ നാട്ടുകാരെയും കൂട്ടി പരാതി കൊടുത്തു. പരാതി കൊടുത്ത് അത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അവർ ഈ ജോലി നിങ്ങൾ പറഞ്ഞു വിട്ടു. അവരിതിന് ജോലി, പിന്നെ അവർ അങ്ങനെ ജോലി ചെയ്യിപ്പിക്കൂ. കാരണം ഇതിന്റെ അച്ഛൻ ഈ രീതിയിൽ പെരുമാറുമ്പോൾ അവർ ജോലി ചെയ്യിപ്പിക്കത്തില്ലല്ലോ ഇതിനെ. ആ രീതിയിൽ അതിന്റെ ജോലി നഷ്ടപ്പെടുന്നു. ആരും സഹായത്തിനില്ല. യവനൊട്ട ഫാമിലി കോടതിയിലെ യവൻ ഓരോ അവധി മാറ്റിക്കുന്നതല്ലാതെ യവൻ അവിടെ അപ്പിയർ ചെയ്യത്തില്ല. കോടതിയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ ലെതാർജിക് ആറ്റിറ്റ്യൂഡാണ് ഇങ്ങനെയുള്ള കാര്യത്തിലോട്ട് എടുത്തത്. അവസാനം ഇതിന് ഒരു നിർവാഹവും നിവൃത്തിയില്ലാതെ പോകും. അപ്പൊ അതിന് മുമ്പൊരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ തെള്ളകത്തുള്ള കാരിത്താസ് ഹോസ്പിറ്റൽ, ഏറ്റുമാനൂരിന് കഴിഞ്ഞപ്പോൾ അടുത്താണ്. കാരിത്താസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സഭയുടെ, ജ്ഞാനായ സഭയുടെ ഹോസ്പിറ്റലാണ്. അതൊക്കെ ജ്ഞാനായ സമുദായക്കാരാണ്. ആ സഭയിലെ ഹോസ്പിറ്റൽ വന്നപ്പോൾ അവിടെ നേരെ ഇത് പോയി ഒരു യാചിക്കുകയാണ് ഒരു ജോലിക്ക്. അതായത് BSc നേഴ്സാണ്. അപ്പോൾ 12 വർഷമായിട്ട് നിങ്ങൾ ജോലി ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവർ പറഞ്ഞ വർത്തമാനമാണ്. അതുകൊണ്ട് 1 വർഷം അവിടെ ഫ്രീ ആയിട്ട് അവിടെ ജോലി ചെയ്യാം കേട്ടോ. ചെയ്ത് കഴിഞ്ഞാൽ അവർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇവന്മാരെ ആരാന്ന് കണ്ടോണം. ഇത്രയും കണ്ണിച്ചോരയില്ലാത്ത പ്രവർത്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കിട്ടും. എന്നിട്ട് അവരുടെ വെർഷൻ ഇപ്പോൾ വേറെയാണ്, അത് വേറെ കാര്യം. പക്ഷേ നടന്ന സംഭവം നാട്ടുകാർ പറയുന്നത് ആണ് ഞാൻ ഈ പറയുന്നത്. ഒരു വർഷം അവിടെ ഫ്രീ ആയിട്ട് ജോലി ചെയ്യണം. അപ്പോൾ ഫ്രീ ആയിട്ട്, ഇത് പട്ടിണിയാണിത്. ആ പട്ടിണി മാറ്റാനാണ് ഈ ജോലി ചെയ്തിട്ട് അവിടെ പോകുന്നത്. അപ്പോൾ പറയുന്നതാണ് സഭയുടെ ആശുപത്രിയാണ്. ഒരു വർഷം അവിടെ ഫ്രീ ആയിട്ട് ജോലി ചെയ്യുമ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി ജോലി ചെയ്യാം. അപ്പോൾ ഇതിന് എക്സ്പീരിയൻസ് ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ്? കാരണം ഇത്രയും BSc നേഴ്സാണ്, അത് നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരു 12 വർഷം ജോലിയിൽ നിന്ന് വിട്ടു നിന്ന് കഴിഞ്ഞാൽ എന്താ ഇതെല്ലാം അങ്ങ് മാഞ്ഞു പോകും? ഒരിക്കലും ഇല്ലല്ലോ. അതെന്താ കാര്യം എന്നറിയോ ഒരു കൊടുക്കാത്തത്? അവരുടെ കുറ്റമല്ല. അതായത് ഈ നോബിയുടെ അനുജൻ, അയാളെക്കുറിച്ച് വളരെ മോശമായ കാര്യങ്ങൾ പറയപ്പെടുന്നു. ഞാനത് പറയുന്നില്ല, കാരണം എൻ്റെ അതിൻ്റെ പക്ക തെളിവില്ല, അതുകൊണ്ടാണ്. നോബിയുടെ അനുജൻ ഒരു വൈദികനുണ്ട്, ബോബി. അയാള് ആണ് ഇതിനെങ്ങ് ജോലി കിട്ടാതാക്കിയത്. എവിടെങ്കിലും ഇത് രക്ഷപ്പെട്ടു പോകാൻ മാർഗമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഇതിനെ ഒരു പ്രത്യേക ഒരു ചതിക്കുഴിയിലാക്കണം. ബാക്കി ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ട്രാപ്പാണ്, ആക്കണം. അപ്പൊ ഇതിനെങ്ങും ജോലി കിട്ടാൻ പാടില്ല. അതുകൊണ്ട് അവിടെ അതെന്തായാലും സ്വാധീനിച്ച് അവിടെ ജോലി കൊടുത്തില്ല അവര്. എന്നിട്ട് ഇപ്പൊ ആശുപത്രിക്കാർ പറയുന്നത് എന്തെന്നറിയോ? അവർ പറയുന്നതാണ് വളരെ വിചിത്രമായ കാര്യം. 6 മാസത്തേക്ക് 21,000 രൂപ മാസം ശമ്പളത്തിന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഫുൾ സാലറിയിൽ BSc നേഴ്സിന്റെ സാലറിയിൽ ജോലി കൊടുക്കാന്ന് പറഞ്ഞു. ഈ 21,000 രൂപ അല്ല, അതിനൊരു 10,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ, അത് അവിടെ ജോലി ചെയ്തുകൊണ്ടാണ്. എന്നിട്ടാണോ യവന്മാർ ഇതുപോലുള്ള വൃത്തികെട്ട കാര്യങ്ങൾ ഇപ്പൊ പറയുന്നത്? കാരണം ഇത് ആളുകൾ അറിഞ്ഞു കേട്ടപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി, മോശമായി പോയെന്ന്. മോശമൊന്നല്ല, അത്ര ഇവരൊക്കെ കൂടാണ് ഇതിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. ഇതേത് ആത്മഹത്യ എന്ന് പറയാൻ നമുക്ക് ഇതൊരു കൊലപാതകമല്ലേ? ഈ ജോബിയുടെ അനിയനും ഈ വൈദികൻ എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ ഈ കാരിത്താസ് ഹോസ്പിറ്റലും ഇവരെല്ലാം കൂടെ ചേർന്ന് ആ
ആ വീട്ടുകാർ, അതായത് ഇതിൻ്റെ ഭർത്ത വീട്ടുകാർ, അതുപോലെ തന്നെ ഇതിൻ്റെ വീട്ടുകാർ എല്ലാം കൂടെ ചേർന്ന് ഇതിനെ ഒന്നുമില്ലാത്ത ഒരു മാർഗത്തിലാക്കി. അവസാനം ഒരു നിവൃത്തിയില്ല. അങ്ങനെയാണ് അത് റെയിൽവേ പാളത്തിൽ പോയി ഈ 3 പേരൂടെ ഒന്നിച്ച് ഇറുക്ക കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ആ ലോക്കോ പൈലറ്റിന്റെ, അതായത് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ്, അയാൾ കണ്ട കാര്യം അയാൾ പറഞ്ഞത് ഒരു വാചകം എനിക്ക് ഒരാൾ അയച്ചു തന്നിട്ടുണ്ട്. അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അമ്മ ഈ 2 പെമ്മക്കളുമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇറുക്ക കെട്ടിപ്പിടിച്ച പാളത്തിലിരിക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് ഹൃദയഭേദകമായിരുന്നു എന്നാണ് ആ ലോക്കോ പൈലറ്റ് പറഞ്ഞത്. ഇങ്ങനെ ഒരു കാഴ്ചയുടെ ജീവിതത്തിൽ അയാൾ കണ്ടിട്ടില്ല അത്രയും. അതാണ് കാര്യം. അപ്പോൾ അത് കഴിഞ്ഞാണ് ഇതെല്ലാം പറക്കി കൂട്ടി കൊണ്ടുപോയത്. ഈ ശവശരീരങ്ങൾ ചിന്നിച്ചെറിപ്പോയതല്ലേ, പറക്കി കൂട്ടി എല്ലാം കൊണ്ടുപോയി. കൊണ്ടുവന്നപ്പോഴെന്താണ്, ഇവരുടെ ഈ ഏറ്റുമാനൂർ അവരുടെ വീടിന്റെ അവിടെ ഉള്ള പള്ളിയിൽ അടക്കുന്നതിന് പകരം യുവമാര് വന്നേക്കാണ് ഈ അച്ഛനും ബാക്കി ആളുകളും എല്ലാം കൂടെ വന്ന് ഇതിനെ വാരിക്കെട്ടി അങ്ങ് കൊണ്ടുപോകാൻ. എന്നറിയാം, അവന്റെ വീട്ടിലേക്ക്, ഈ ജോബിയുടെ. ഇതാരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ കൊണ്ടുപോകുക. അവസാനം കൊണ്ടുപോകാൻ നേരത്തെ നാട്ടുകാരുണ്ടല്ലോ, ഇവിടുന്ന് നാട്ടുകാർ കയറി ഇടപെട്ടു. ഈ ആർച്ച് ബിഷപ്പിനെ ഉൾപ്പെടെ ഭയങ്കര തെറിയാണ് വിളിക്കുന്നത് മുഴുവൻ. എന്നിട്ട് കൊണ്ടുപോയി തിന്നടാ എന്നാണ് അവർ പറഞ്ഞത്. ബാക്കി തെറികൾ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ അത് ബ്ലർ ചെയ്ത് കളഞ്ഞു, അവർ മറച്ചു, ബീപ്പ് സൗണ്ട് ഇട്ട് മുഴുവൻ കേൾക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ ആണ് ഇത് ഇപ്പോൾ കൊണ്ടിരുന്നത്. ഏതെങ്കിലും മാധ്യമങ്ങൾ ഇത് ടേക്കപ്പ് ചെയ്തു? ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ടേക്കപ്പ് ചെയ്യത്തില്ല. കാരണം പണമുള്ളവന്റെ കൂടാണ് എല്ലാവരും, കുറ്റമല്ല. ഏതെങ്കിലും മാധ്യമങ്ങളിൽ നിന്ന് ഇത് അവസാനം ഒരു നിവൃത്തിയില്ലാതെ ഏഷ്യാനെറ്റ് ഇന്നലെ ഇത് ചർച്ചയ്ക്കെടുത്തു രാത്രി. അപ്പൊ അതിന് സഭയും ഈ ആളുകളെ അവനെ ന്യായീകരിക്കാനായിട്ട് ഒരാളെയും കൂടെ അവരയച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും എനിക്കൊരു സന്തോഷമുള്ളത്, ജോമോൻ അവരെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ സംഭവം, ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ സമൂഹത്തിന്റെ കഴിവുകളും കൂടാണ്. ഇതിപ്പോ ഈ മരണമൊക്കെ കഴിഞ്ഞപ്പോൾ സമൂഹം ഉണർന്നെഴുന്നേറ്റല്ലോ, അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ആ അമ്മയും നല്ല സുന്ദരിമാരായ 2 കൊച്ചുങ്ങൾ, സൗന്ദര്യമുള്ള 2 കുഞ്ഞുങ്ങളും ഇതുപോലെ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് വന്നില്ലേ? ആരുടെ കുറ്റം കൊണ്ടാണ്? ഭർത്താവിന്റെ കുറ്റം, ഭർത്താവ് വീട്ടുകാരുടെ കുറ്റം, ആ ഭർത്താവിന്റെ അനുജന്റെ കുറ്റം, അതേപോലെ തന്നെ മറ്റ് അതായത് കാരിത്താസ് ഹോസ്പിറ്റൽ പോലുള്ള ആശുപത്രികളുടെ തകരാറ്. ഇതിനെങ്ങും ജോലി കൊടുക്കത്തില്ല. കാരണം എല്ലാം ഇവന്റെ സ്വാധീനത്തിലാണ്, ജോലി കിട്ടത്തില്ല. അത് മാത്രമോ, സ്വന്തം വീട്ടിലെ ആളുകളുടെ കുറ്റം. ഇതിന്റെ അച്ഛനുണ്ടല്ലോ, അയാളാണ് ഇതിന്റെ ജോലി കളയിപ്പിച്ചത് ഇവിടെ. എന്നാൽ അയാൾ ഇതിനെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് സംരക്ഷിച്ചിരുന്നു? ഇല്ല. ഒരു മാർഗമില്ല വന്നപ്പോൾ, ജീവിതം വഴിമുട്ടി കഴിഞ്ഞപ്പോൾ, ആ കുട്ടികളെ പഠിപ്പിക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ ഈ അമ്മ ഒരു തീരുമാനം എടുത്തു. മാത്രമല്ല, ഇതിനെ കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഈ കഴുകന്മാർ കൊത്തിപ്പറിക്കാനുണ്ടെന്ന് ആ യുവതിക്ക് അറിയാം. അവരൊറ്റ കാരണം കൊണ്ട് ആണ് അത് അവസാനം നിവൃത്തിയില്ലാതെ ഇതുപോലെ ഒരു ആത്മഹത്യ ചെയ്തത്. ഈ ദുര്യോഗം നമ്മുടെ സമൂഹത്തിൽ ആർക്കും ഉണ്ടാകരുത്. നമ്മൾ ഉണരുന്നതൊക്കെ നമ്മൾ ഒരുപാട് താമസിച്ചാണ്. അങ്ങനെ ഉണരുന്നതുകൊണ്ട് കാര്യമില്ല. ഉണരേണ്ടപ്പോൾ നമ്മൾ ഉണരണം, അത് ചെയ്യണം. ജനങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ 3 ജീവനുകൾ പൊലിഞ്ഞതിന്റെ യഥാർത്ഥ ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഈ പറഞ്ഞ ആളുകൾക്കും ഈ പ്രസ്ഥാനങ്ങൾക്കും അതുപോലെ ഈ സമൂഹത്തിനുമാണ്, ഒരു സംശയമില്ല. പക്ഷെ ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ, ശ്രദ്ധിക്കണം.